19 പേരേ ഉള്ളൂ. എങ്കിലും കുറച്ചൊക്കെ ധൈര്യം കാണിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞാൽ വിഷമം തോന്നരുത്, ഞങ്ങളുടെ മാധവിയും ഞങ്ങളുടെ കുതിരയും ഒക്കെ ഞങ്ങളുടെ ആണുങ്ങളുടെ ഒരു രോമാഞ്ചമായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും വളരെ ആവേശത്തോടെയുമായിരുന്നു. അവർ മാത്രം ഞങ്ങളെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം അവരെ ശ്രദ്ധിച്ചിരുന്നു. എങ്കിൽ പോലും കുറച്ച് പേരെയൊക്കെ ഒരു ഇന്ദിരാഗാന്ധി എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. കൂടെ ഉണ്ടോ? കുസുമോ. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കും. പക്ഷെ അവരുടെ മുടി വെച്ചിട്ടുണ്ട ഷിജി സാറിൻ്റെ ആ മുടി കെട്ടുന്നതാണ്. മാധവിയുടെ ആ സിനിമാ നടിയുമായിട്ടുള്ള ഷേപ്പാണ് ഞങ്ങൾ ആർക്കും പടക്കം തോന്നുന്നില്ല. എന്തായാലും ഞങ്ങളെ എല്ലാവരെയും ശ്രദ്ധിക്കുമായിരുന്നു. എങ്കിലും ഇതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. ഞങ്ങൾ വളരെ നിങ്ങളെ എന്താ ഉപദ്രവിക്കും എന്നുള്ള നിലയിൽ ഈ അംഗസംഖ്യ കുറവായിരുന്ന നിങ്ങൾ ക്ലാസ് വിടുമ്പോഴേ ചാടി ഇറങ്ങി ഓടുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ച സത്യത്തിൽ ഞങ്ങൾ എത്ര പാവങ്ങളായിരുന്നു. പാവങ്ങളായിരുന്നു. മിനി ടീച്ചർ എന്തോ വേറെ എന്തോ പറയുന്നുണ്ട്. പാവങ്ങളായിരുന്നു പറയുന്നില്ലേ എന്തോ. എന്തായാലും ഒരു പാവപ്പെട്ട കൂലിപ്പണിക്കാരുടെയും മകനായിട്ടാണ് ഞാൻ ആ കോളേജിൽ വന്നത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ജീവിച്ച എന്നെ പോലെയുള്ള 1-2 പേരേ ഉള്ളൂ. പോയിട്ട് ബാക്കി 90% ഓഫ് ദി സ്റ്റുഡൻസ് ആർ വെരി റിച്ച് പീപ്പിൾസ്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് രാവിലെ ചാച്ചൻ റബ്ബർ വെട്ടുമ്പോൾ ചിരട്ട പൊളിച്ച് കൊടുത്തിട്ട് ഇവിടെ ക്ലാസ്സിലേക്ക് ഓടി വരുമ്പോൾ പ്രിൻസിപ്പാള് കുഞ്ഞാപ്പൻ എന്നെ കുണ്ടിക്കെട്ട് അടിച്ചിട്ടുണ്ട്. ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് ഒരു ദിവസം പലതവണയായപ്പോൾ കുഞ്ഞാപ്പനും എന്തോ മനസ്സിലായി. എന്നോട് ഒരു എൻ്റെ മുറി വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഞാൻ വിവരം പറഞ്ഞു. കുഞ്ഞാപ്പൻ എന്നെ പിന്നെ അടിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു ക്ലാസ് ടീച്ചറോടന്മാരോട് മുഴുവൻ പറഞ്ഞു, ബാബു കേസ് താമസിച്ച് വന്നാലും അറ്റൻഡൻസ് കുറച്ചേക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞാപ്പൻ സാറ് ഇപ്പോൾ മരിച്ചു പോയിക്കണം അല്ലേ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് പേര്, നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവർ പോലും മരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരു ഷാജി ആത്മഹത്യ ചെയ്തു. അതുപോലെ ആത്മഹത്യ ചെയ്തോ അല്ലെ മരിച്ചുപോയ ആളുകളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ അച്ഛനമ്മമാരും ഒക്കെ മരിച്ചവരുണ്ട് അല്ലേ. എൻ്റെ അച്ഛൻ മരിച്ചു. അങ്ങനെ വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും നമ്മുടെ അഡ്വക്കേറ്റ് വന്നു, മറ്റൊരു അഡ്വക്കേറ്റ്. അപ്പം വേർപാടിൻ്റെയും ദുഃഖത്തിൻ്റെയും നഷ്ടബോധത്തിൻ്റെയും മനസ്സ് നമ്മുടെ ഇടയിലുണ്ട് ഇല്ലേ. ഒരുപാട് മാരക രോഗങ്ങളുണ്ടെങ്കിലും തളരാത്ത മനസ്സുമായി നമുക്ക് കരുത്ത് പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചറും നമ്മളോടൊപ്പം ഇരിക്കുന്നുണ്ട്. നമ്മുടെ വിദേശത്ത് നിന്നും വന്ന് നമ്മുടെ ഒരുമയെയും കൂട്ടായ്മയും സ്നേഹത്തോടെ കാണുന്ന ജോമോനും അടക്കം ഒരുപാട് ആളുകൾ നമ്മെ കാണുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം സംസാരിക്കുവാനും എനിക്ക് കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ജെസ്സി പറഞ്ഞ മാതിരി വരുന്ന കൂട്ടായ്മയും നമ്മുടെ ഭാര്യ ഉള്ളൊരു ഭാര്യയും ഭർത്താവുള്ളൊരു ഭർത്താവും മക്കളുള്ളൊരു മക്കളും ഒക്കെ ആയിട്ട് വരുവാൻ കഴിയട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇല്ലാത്തവര് താൽക്കാലികമായിട്ട് കൊണ്ടുവന്നേ അതൊക്കെ ഇന്ത്യ നമ്മുടെ രാജ്യമൊക്കെ അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും രാജ്യത്തെ നിയമപരമായി അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് നമുക്ക് അടുത്ത കൂട്ടായ്മ നടത്താം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.